എല്ലാവർക്കും നമസ്കാരം. ക്രിമിനൽ നിയമ നടപടികൾ സംബന്ധിച്ച് ഞാൻ നടത്തിവരുന്ന പ്രഭാഷണങ്ങളുടെ ഈ പരമ്പരയിൽ നമ്മൾ നിത്യവും കേട്ടു പരിചയിച്ചു കൊണ്ടിരിക്കുന്ന ചില പദപ്രയോഗങ്ങളെക്കുറിച്ച്, ഉദാഹരണത്തിന് ഇപ്പോൾ അറസ്റ്റ്, ജാമ്യം, റിമാൻഡ്, ഇതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുകയാണ്. പത്രമാധ്യമങ്ങളിലായാലും നാട്ടുകൂട്ടത്തിലെ സംഭാഷണത്തിലായാലും. പലർക്കും ഇപ്പോൾ കോടതിയുമായിട്ടും പോലീസ് സ്റ്റേഷനുമായിട്ടും നിരന്തര സമ്പർക്കമുള്ളവർക്ക് ഇതൊരു പുതുമയുള്ള വാക്കുകളല്ലെങ്കിലും അങ്ങനെ അല്ലാത്ത ഭൂരിപക്ഷം ആളുകൾക്കും ഇത് അത്ര ഇതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച്, ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വേണ്ടത്ര അറിയണം എന്നില്ല. പലർക്കും ഇത് അഭ്യസ്ത വിദ്യർ ആണെങ്കിൽ പോലും ഉൾക്കിടിലമുണ്ടാക്കുന്ന പദപ്രയോഗങ്ങളാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നത് പ്രസക്തമാണെന്ന് തോന്നലിലാണ് ഞാൻ ഈ സംഭാഷണത്തിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ സംഭാഷണത്തിൽ അറസ്റ്റിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് അറസ്റ്റ്? അറസ്റ്റ് എന്ന് പറയുന്നത് പ്രാഥമികമായി ഒരു കുറ്റാരോപിതനായ ആളെ അല്ലെങ്കിൽ ആളുകളെ നിയമത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ഒരു നടപടിയാണ്. ഒരാളെക്കുറിച്ചൊരു ആരോപണമുണ്ടായാൽ, അയാൾ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന ആരോപണമുണ്ടായാൽ അയാൾ നിയമ നടപടികൾക്ക് വിധേയമാകണമെന്നാണ്. പലപ്പോഴും പലരും സ്വമേധയാ അങ്ങനെ നിയമ നടപടികൾക്ക് വിധേയമാകണമെന്നില്ല. ചില വിചിത്ര സ്വഭാവികളായ ആളുകൾ ഒരു കുറ്റകൃത്യം ചെയ്ത് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഞാനിതാ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് കീഴടങ്ങുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. അവിടെ അറസ്റ്റ് കടലാസിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് കടലാസിൽ രേഖപ്പെടുത്തിയാണ്. എന്നാൽ അല്ലാത്ത ആളുകളെ നേരിട്ട് ചെന്ന് അധികാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി നിയമത്തിൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നതാണ് അറസ്റ്റ്. അറസ്റ്റ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല, വളരെ പ്രത്യേകമായ സാഹചര്യത്തിൽ, സവിശേഷമായ സാഹചര്യത്തിൽ സാധാരണ പൗരജനങ്ങൾക്ക് പോലും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ്. കാരണം അത് സാഹചര്യത്തിനനുസരിച്ച് ഒരു വലിയ കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടി ഒരു കുറ്റവാളിയെ തടഞ്ഞു വെക്കാനും പോലീസിനെ ഏൽപ്പിക്കാനും പൗരജനങ്ങൾക്കും അധികാരമുണ്ട്. ഈ അറസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് ഒരുപാട് നിയന്ത്രണങ്ങൾ അറസ്റ്റിൻ്റെ കാര്യത്തിൽ കോടതികൾ പോലീസുകാർക്ക് നൽകിയിട്ടുണ്ട്. കാരണം അറസ്റ്റിന് ചില വ്യവസ്ഥകളുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം. അറസ്റ്റ് മെമ്മോ തയ്യാറാക്കുമ്പോൾ അറസ്റ്റ് മെമ്മോയിൽ സ്വതന്ത്രരായ സാക്ഷികളുടെ സമയവും സ്ഥലവും രേഖപ്പെടുത്തണം. സ്വതന്ത്ര സാക്ഷികളുടെ ഒപ്പ് വേണം. അറസ്റ്റിൻ്റെ കാരണങ്ങൾ ഈ പ്രതിയെ അറിയിക്കണം. അറസ്റ്റ് ചെയ്ത വിവരം ഒരു ബന്ധുവിനെ അറിയിക്കണം. അതുപോലെ ഒരു നിയമ പ്രാക്ടീഷണറെ, ഒരു അഭിഭാഷകനെ അറിയിക്കണം. ഇങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ട്. സ്ത്രീകളെയൊക്കെ ആണെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം അറസ്റ്റ് ചെയ്യരുത് എന്നുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ തന്നെ ഒരു വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്നുള്ളതുണ്ട്. അറസ്റ്റ് ചെയ്ത ആരെയും 24 മണിക്കൂറിന് അധികം സ്റ്റേഷനിൽ പാർപ്പിക്കരുത് എന്നുണ്ട്. അവരെ 24 മണിക്കൂറിനകം ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കണമെന്നുണ്ട്. ഇതൊക്കെ അറസ്റ്റിനുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളാണ്. അറസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക രീതിയൊന്നുമില്ല. ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരാളെ, ഒരു പ്രതിയെ അയാളെ കാണുന്ന മാത്രയിൽ അയാളെ ചെന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന കേസിൽ നിങ്ങളെ ആവശ്യമുള്ളതുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാളെ കൂട്ടിക്കൊണ്ടുപോയാൽ മതി. എന്നാൽ അയാൾ അറസ്റ്റിന് വഴങ്ങാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാളെ തടഞ്ഞു വെക്കാനുള്ള പരിമിതമായ ബലം പ്രയോഗിക്കാമെന്നുള്ളതാണ്. അതിൽ കവിഞ്ഞുള്ള അയാളെ അറസ്റ്റ് ചെയ്ത് കിട്ടിയ ഉടനെ അയാളെ മാരകമായി മർദ്ദിക്കാനോ ലോക്കപ്പിലിട്ട് മർദ്ദിക്കാനോ ഒന്നും അധികാരമില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് പോലും വളരെ നിയന്ത്രിതമായ അവസ്ഥയിൽ മാത്രമേ പാടുള്ളൂ എന്ന് ഒരുപാട് കോടതി വിധികളിൽ കർശനമായ രീതിയിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്.
അപ്പോൾ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു കുറ്റാരോപിതനായ വ്യക്തിയെ, പ്രതിയെ നിയമത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന കാര്യമാണ്, ഒരു നടപടിയാണ് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. നന്ദി, നമസ്കാരം.